എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ നില ഗുരുതരമായി തുടരുന്നു മെഡിക്കൽ ബുള്ളറ്റിൻ. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് എം ടി വാസുദേവൻ നായർ ചികിത്സയിലുള്ളത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ വച്ചിരുന്നു. ഷഹദ്, സാധ്യമാകുന്നതിന്റെ മാക്സിമം ചികിത്സ എം ടിക്ക് ഇപ്പോൾ ലഭ്യമാകുന്നില്ലേ? തീർച്ചയായും ഹാഷിമി, അങ്ങനെ തന്നെയാണ്. ഈ മാസം 15-ാം തീയതിയാണ് എം ടി വാസുദേവൻ നായരെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മൂർച്ഛിക്കുകയും തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. നിലവിൽ അല്പസമയം മുൻപാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ പറയുന്നത്, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം അത് മൂർച്ഛിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള സ്വഭാവമാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമാണ്. പക്ഷേ എങ്കിൽ പോലും സാധ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചികിത്സയും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വിദഗ്ധ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നീർക്കെട്ടും വലിയ രീതിയിൽ ഉണ്ട്. അതേസമയത്ത് വെന്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം നിലവിലെ സാഹചര്യത്തിലില്ല. കാരണം എം ടി ഇതിനു മുൻപ് തന്നെ, അതായത് അദ്ദേഹത്തിന് അസുഖങ്ങൾ മൂർച്ഛിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റരുത് എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റാതെ ഇപ്പോഴും ഓക്സിജന്റെ സഹായത്തോടു കൂടിയുള്ള ചികിത്സ തുടരുന്നത്. എന്തായാലും ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം, അതായത് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും പരിശോധന അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ചികിത്സ, വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ഇപ്പോൾ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ ഈ ആശുപത്രിയിലുണ്ട്. എം.എൻ. കാരശ്ശേരി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളും ആശുപത്രിയിലുണ്ട്. എന്തായാലും ചികിത്സ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഹാഷ്മി, കൃത്യമായി മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഷഹദ്? നിലവിൽ എം ഡിക്ക് കൊടുക്കുന്ന ചികിത്സ ഈ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട ചികിത്സയാണോ? ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. കാരണം അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ അസുഖം മൂർച്ഛിച്ചു എന്നറിഞ്ഞ് ആശുപത്രിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അല്പസമയം മുൻപ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത് വിടുകയും ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത്, അതായത് കാർഡിയോളജി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനുള്ള ചികിത്സ തുടരുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നീർക്കെട്ട് വലിയ രീതിയിലുണ്ട്. കൂടാതെ ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റ് അസുഖങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഡോക്ടർമാർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഡോക്ടർമാരോട് പേഴ്സണലായും അല്ലാതെയും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ചികിത്സയാണ് നിലവിലെ സാഹചര്യത്തിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഡോക്ടർമാരും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും നമ്മളെ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്, അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനുമായിട്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതി അദ്ദേഹത്തിന് ഇത്തരത്തിൽ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ മാസം 15-ാം തീയതിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇന്നലത്തോടുകൂടി അസുഖം മൂർച്ഛിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ അതീവ ഗുരുതരമാണ് സ്ഥിതി എങ്കിൽ പോലും നിലവിൽ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കുടുംബവുമായി സംസാരിച്ചതിന് കൂടി അദ്ദേഹത്തിന്റെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു ചികിത്സാ രീതി പിന്തുടരാത്തത്. ഹാഷ്മി, ഓക്കെ. ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില കുറച്ച് ഗുരുതരമാണ് എന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട്. ഒരു ഹൃദയസ്തംഭനമടക്കമുള്ള കാര്യങ്ങളുണ്ടായി. അവിടുത്തെ വിദഗ്ധ ഡോക്ടർമാരുടെ പാനൽ സജീവമായി ചികിത്സിക്കുന്നുണ്ട്. ഈ പറയുന്ന ഹൃദയസ്തംഭനത്തിനുള്ള ചികിത്സ അടക്കം നൽകുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ മടങ്ങി വരട്ടെ ജീവിതത്തിലേക്ക്.